പലരുടെയും ജീവിതത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിനെ അണ്ടർ അച്ചീവറായി പോകും. ചിലപ്പം ഭയങ്കര ആങ്സൈറ്റി ഉണ്ടെങ്കിൽ എവിടെ എത്തിച്ചേരാവോ അത് അവിടം വരെ എത്തത്തില്ല. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസീസ് ഏതാ, മാനസികാരോഗ്യ പ്രശ്നം എന്താ, ഡിപ്രഷനാണ്. പക്ഷേ ഈ ഡിപ്രഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അവയർനെസ് ഇല്ല. ഏറ്റവും ക്ലാസിക്കൽ സൈക്കോട്ടിക് ഇൽനെസ് ആണ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ള മാനസിക രോഗമാണ് സ്കിസോഫ്രീനിയ. എല്ലാത്തിനും ചെയ്ത് കഴിഞ്ഞിട്ട് തൃപ്തിയാകില്ല, ഒന്നുകൂടെ ചെയ്യണം. ഹായ്, വെൽക്കം ടു അവർ ചാനൽ സ്വാസ്. ഇതൊരു വെൽനെസ് ടോക്ക് ഷോ ആണ്. അപ്പോൾ നമ്മുടെ കൂടെ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഡോക്ടർ CP സോമനാഥ് സാറാണുള്ളത്. 1995 മുതൽ ബാംഗ്ലൂരിൽ ഇന്ത്യയിൽ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലം നിംഹാൻസ്, അവിടെ നിന്നാണ് സാർ പാസ് ഔട്ട് ആവുന്നത്. ശേഷം 2003 ഇവിടെ ലേക്ക് ഷോറിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ 95 മുതൽ ഒരു ജേർണിയാണ് സാറിൻ്റെ. പിന്നെ 2016 ഓൺവേർഡ്സ് ഹീലിംഗ് മൈൻഡ് എന്ന ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഏറ്റവും കഴിവുള്ള ഒരാളെ നമുക്ക് കിട്ടിയത്. ഇത് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ സാറിനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷം. വെൽക്കം. സാറിൻ്റെ ഈ ജേർണി, അതായത് 95 മുതൽ ഇതാരും ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഇന്ന് സംസാരിക്കുന്ന പോലെ അന്ന് ആരും അധികം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയായിരുന്നു, ആ ജേർണി എങ്ങനെയായിരുന്നു വെൽനെസ്സിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്തിലോട്ട് വരുന്നത്? ശേഷം സാറിന് ആ ഒരു ഇത്രയും നാളത്തൊരു ഓവർ കരിയർ. എൻ്റെ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ MBBS കഴിഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് പീരീഡിൽ ഒരു ഹോസ്പിറ്റലിൽ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു ഹൈ റേഞ്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ. അപ്പം അന്നൊന്നും എനിക്കൊരു വ്യക്തമായ കാഴ്ചപ്പാട് എന്തിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്നും, ജനറൽ മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്യണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യണോ എന്നൊരു വ്യക്തമായ കാഴ്ചപ്പാടില്ലായിരുന്നു. ഒരുപക്ഷെ ആ ഹോസ്പിറ്റലിൽ ജൂനിയർ ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൽ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഡോക്ടർ ശശി എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. അദ്ദേഹം അവിടെ പാർട്ട് ടൈമായിട്ട് വരികയും അദ്ദേഹം രോഗികളെ അവിടെ കിടത്തുകയും, അപ്പോൾ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് എന്നോട് ഈ രോഗികളെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനും ഈ ചികിത്സയുടെ അറിയാതെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി. അദ്ദേഹം ഫുൾ ടൈമർ അല്ലായിരുന്നു അവിടെ. അദ്ദേഹം രാവിലെ തൊട്ട് ഉച്ചവരെ OP വന്നിട്ട് പോകും. അപ്പോൾ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് അദ്ദേഹം പറഞ്ഞു തന്ന് ഞാൻ ഹാൻഡിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ക്രമേണ എനിക്ക് അതിനകത്തോട്ടൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു, നീ ഈ ഏരിയയിലോട്ട് വരിക എന്നുള്ള രീതിയിൽ നിമാൻസിനെ കുറിച്ച് പറഞ്ഞു, അവിടുത്തെ എൻട്രൻസ് എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറേ ബുക്സൊക്കെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് 93 ഞാൻ നിമാൻസ് എൻട്രൻസ് എഴുതുന്നത്. ഭാഗ്യം കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് നിമാൻസിലേക്കുള്ള ജേർണി. അപ്പം അത് കഴിഞ്ഞ പഠനവും പിന്നീട് നിമാൻസിൽ തന്നെ കുറച്ച് നാൾ അല്ലാതെ പഠനം കഴിഞ്ഞിട്ടുള്ള ഒരു പിന്നെ സീനിയർ റെസിഡൻസി പ്രോഗ്രാമിലുമൊക്കെ 99 വരെയും ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിമാൻസിൽ അത്രയും നാൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്, 6 വർഷത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികളെ, അതാണ് ഏറ്റവും വലിയത്. ഇപ്പം നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെയുള്ള ഇഷ്ടംപോലെ രോഗികൾ നിമാൻസിൽ വരും. നിമാൻസ് ഒരു ടേർഷ്യറി സെൻറ്റർ ആയതുകൊണ്ട് അതുകൊണ്ട് പല വിവിധ തരത്തിലുള്ള മാനസികാവസ്ഥകളെയും രോഗങ്ങളെയും കാണാനും ചികിത്സിക്കാനും ഒക്കെ ഉള്ള ഒരു നമ്മുടെ ഒരു വിപുലമായ ഒരു എക്സ്പോഷർ അവിടെ കിട്ടി. അപ്പം അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമേ കുറച്ച് നാളത്തേക്ക് പൈങ്കുളം തൊടുപുഴ ഒരു ഹോസ്പിറ്റലും പിന്നീട് ലേക്ക് ഷോറിൽ 13 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു. അവിടെ ആ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നത് ഞങ്ങൾ ലേക്ക് ഷോറിൽ ലേക്ക് ഷോറിൻ്റെ തുടക്കമാണ്, എൻ്റെയും തുടക്കമാണ് ലേക്ക് ഷോറിൽ. അതിനുശേഷം 2016 സ്വന്തമായ ഒരു ക്ലിനിക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇവിടെ കാക്കനാട് ഇങ്ങനെ ആരംഭിച്ചത്. ത്രൂ ഔട്ട് എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഈ ജേർണി നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് നിന്ന് ഒരുപാട് മാറി. മാനസിക അവസ്ഥകളെ സമൂഹം നോക്കിക്കാണുന്നതും സമൂഹത്തിൻ്റെ അവയർനെസ്സിലുമൊക്കെ ഇപ്പോഴും ഒരുപാട് പോരായ്മകളുണ്ട്. മനുഷ്യരും ഈ മാനസിക രോഗത്തെ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് പോരായ്മയുണ്ട് ഇപ്പോഴും. എങ്കിലും ഈ 30 വർഷത്തിൽ തന്നെ എനിക്ക് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായി യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാർ അവരുടെ തൊഴിലിലുള്ള സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന ഡിപ്രഷൻസ്, അത്തരം ഈ തലമുറ കുറേ കൂടെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മീഡിയയുടെ ഇഫക്റ്റ്, വായിച്ചറിയുന്ന ഒരു ഇഫക്റ്റ്, നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഇഫക്റ്റ് എല്ലാം കാണും. അവരെല്ലാം ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനൊരു മാറ്റം കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്.
സാർ അപ്പോൾ പൊതുവെ ഫിസിക്കൽ ഫിറ്റ്നസിനെ പറ്റി Yeah. നമുക്കിപ്പം ഇപ്പോൾ എവിടെ ജിമ്മിനെ പറ്റി എല്ലാവരും പറയാറുണ്ട്, അല്ലെങ്കിൽ കരാട്ടെ ആ രീതിയിൽ ആൾക്കാർ സംസാരിക്കാറുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പം ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഡോക്ടേഴ്സ് ചെറിയൊരു കാര്യത്തിൽ ഒരു ചെറിയൊരു പനി വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും നേരെ അറിയാം, അവർക്ക് പാരസെറ്റമോൾ കഴിക്കണം എന്നുള്ള കാര്യം അവർ സ്വയം തന്നെ അവർ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലൈക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നൊരു മേഖലയാണ്. ഇപ്പോൾ മെൻ്റൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ പറ്റി സാർ എങ്ങനെയാണത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി അത് എങ്ങനെയാണത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്? അല്ല, രാഹുൽ പറഞ്ഞത് ശരിയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കുറിച്ചുള്ള ആ ഒരു അവയർനെസ് പതുക്കെ കൂടി വരിക, പതുക്കെ അല്ല ഒരുപാട് കൂടി വരിക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ ജിമ്മും ഇതൊക്കെ പറഞ്ഞു, അത് യങ്സ്റ്റേഴ്സൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കൂടുതലായിട്ട് അതിലേക്ക്. അല്ലാതെ തന്നെ കൊളസ്ട്രോൾ, ബി പി ഇത്രയും കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, സ്ട്രോക്ക് ഉണ്ടാവാം, ഹാർട്ട് അറ്റാക്ക്, പിന്നെ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കേണ്ട രീതി, ബാഡ് ഫാറ്റ് ഒഴിവാക്കണം, റെഡ് മീറ്റ് ഒഴിവാക്കണം, ഇത്തരം കാര്യങ്ങൾക്ക് ഏകദേശം ഒരുമാതിരി ഒരു അഭ്യസ്തവിദ്യരായ മിക്കവർക്കും അറിയാം. അതെ. അപ്പോൾ അത്തരം ഒരു അവയർനെസ് നമുക്ക് ഈ പറയുന്ന ഒരു ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് പലർക്കും ഉണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. പിന്നെ നീഡ് ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റി, അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും പോകണം, എന്നും നടക്കണം എന്ന്, ജിമ്മൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ നടക്കണം എന്നൊക്കെയുള്ള ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. അതായത് ഇന്നിപ്പം പാർക്കുകളിൽ പോയാലോ അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം പാർക്കിൽ പോയാലോ റോഡിൽ പോയാലോ എല്ലാം എല്ലാ പ്രായത്തിലുള്ള ആളുകളും നടക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ വാക്കിംഗ് ഒരു ഹെൽത്ത് ഇംപ്രൂവിങ് ഹാബിറ്റ് ആണെന്നുള്ള ഒരു അവയർനെസ് മൊത്തത്തിൽ നല്ല രീതിയിൽ അത് സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ജിമ്മും അതുപോലുള്ള സ്പെഷ്യലൈസ്ഡ് എക്സസൈസും ചെയ്യുന്നവരുണ്ട്. പിന്നെ യോഗ, ഫിസിക്കൽ പിന്നെ ഒരു ഫ്ലെക്സിബിലിറ്റിക്കും ഇതിനും വേണ്ടി യോഗ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വളരെ വലിയൊരു ലീപ്പ് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചുള്ള അവയർനെസ്സിലും ഇതിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദി മെൻ്റൽ ഹെൽത്ത് സ്ഫിയറിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിലൊരു പുരോഗതി വന്നിട്ടുണ്ട് അവയർനെസ്സിൽ. പക്ഷേ എങ്കിലും ഒരുപാട് പോരായ്മകൾ ഇപ്പോഴും കിടക്കുന്നു. നമ്മളെപ്പം നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എപ്പം നമ്മളതിന് ഹെൽപ്പ് സീക്ക് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അവയർനെസ് ഇപ്പോഴും ജനങ്ങൾക്കില്ല. പിന്നെ എപ്പോഴാണെന്നറിയാം, മെൻ്റലി ഡിസ്ട്രസ്ഡ് ആയി കഴിഞ്ഞാൽ പോയാൽ പോലും, മെൻ്റലി നമ്മൾ ഡിസ്ട്രസ്ഡ് ആയി കഴിഞ്ഞാൽ, അപ്പോൾ മാനസികമായിട്ട് എനിക്കൊരു ഇച്ചിരി പിരിമുറുക്കം ഉണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല. ആ തിരിച്ചറിയാൻ പറ്റാത്തത് ഇങ്ങനൊന്നുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്, അല്ലെ അമിതമായ ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്, അല്ലെ പാനിക് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടെന്ന് ആർക്കും അറിയില്ല. കൊളസ്ട്രോൾ കൂടിയാൽ പ്രശ്നമാണ്, BP കൂടിയാൽ പ്രശ്നമാണ്, ഷുഗർ കൂടിയാൽ പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ ഭയവും ഉത്കണ്ഠയും ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് വന്നാൽ അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു മൂഡില്ല, ഊർജ്ജസ്വലതയില്ല, എനിക്ക് എനർജി ഇല്ല, തളർച്ച അനുഭവപ്പെടുന്നു, ഒന്നിലും ഒരു താല്പര്യം തോന്നുന്നില്ല, അത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇതൊരു അസുഖാവസ്ഥയാണ് എന്നുള്ളൊരു അവയർനെസ് നമുക്കിപ്പോഴും ഇല്ല. സോ ഏറ്റവും കോമൺ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസീസ് ഏതാ, മാനസികാരോഗ്യ പ്രശ്നം എന്താ? ഡിപ്രഷനാണ്. പക്ഷേ ഈ ഡിപ്രഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അവയർനെസ് ഇല്ല. അപ്പോൾ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഡിപ്രഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, കാരണം എനിക്ക് തന്നെ അറിയില്ല ഇത് ഡിപ്രഷനാണെന്ന്. ഞാൻ തളർച്ച അനുഭവപ്പെടുന്നു, രാവിലെ എനിക്ക് ഉന്മേഷമില്ല, എണീക്കാൻ പറ്റുന്നില്ല, അപ്പം ഞാൻ അതിനെ ബ്ലഡ് ചെക്ക് ചെയ്യും. രക്തം ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹീമോഗ്ലോബിൻ ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ ഹീമോഗ്ലോബിൻ ഇമ്പ്രൂവ് ചെയ്യാൻ ചില മരുന്ന് കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഡോക്ടർമാരുടെ അടുക്കെ പോകും, അവരെല്ലാം ചെക്ക് ചെയ്തിട്ട് പറയും നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. പക്ഷേ അവരും ചിലപ്പം ഡിപ്രഷനാണെന്ന് ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. പിന്നെ അവരോട് ഇവർ ബാക്കി എല്ലാ ലക്ഷണങ്ങളും ചിലപ്പോൾ പറയണമെന്നുമില്ല. അവർ ക്ഷീണം തളർച്ചയെന്ന് മാത്രമേ പറയത്തുള്ളൂ. രാത്രി ഉറങ്ങാൻ ചിലപ്പം വൈകും, ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും, രാവിലെ എനിക്ക് ഉന്മേഷമില്ല, തളർച്ച, ക്ഷീണം, പലവിധ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ. അപ്പോൾ ബേസിക്കലി നമ്മുടെ മനുഷ്യരിൽ ആദ്യം വേണ്ടത്, ഇപ്പം ഇതിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹം ഭ്രാന്ത് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചു, അത് സീരിയസ് മെൻ്റൽ ഇൽനെസ്സുകളിൽ പെടുന്ന അവസ്ഥകളാണ്. അതല്ലാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഡിപ്രഷൻ, ഉത്കണ്ഠ, ആങ്സൈറ്റി, പാനിക്ക്, അങ്ങനെയൊക്കെയുള്ള കുറേ രോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് അവയർനെസ് നമുക്ക് വേണം. അപ്പം മാനസിക ആരോഗ്യം പോയാൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളെന്ന് അറ്റ്ലീസ്റ്റ് അറിയണം. നമ്മുടെ മാനസിക ആരോഗ്യത്തിലൊരു ഡിപ്പ് വന്നാൽ, ഒരു കുറവ് വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ള ഒരു അവയർനെസ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് അതുപോലെ ഒരു ചെറിയ പ്രശ്നം തോന്നുന്നല്ലോ, ഈയിടെയായിട്ട് എനിക്ക് TV ഒന്നും കണ്ടിട്ടൊന്നും ഒരു താല്പര്യമൊന്നും തോന്നുന്നില്ല, ചുമ്മാ ഒരു സിനിമയൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് ഇൻട്രസ്റ്റ് മീ,
എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും വലിയ താല്പര്യമില്ല. യൂട്യൂബായിട്ടിരുന്ന് കഴിഞ്ഞാലും ഇങ്ങനെ മെക്കാനിക്കലായിട്ടിരുന്നു, പിന്നെ അങ്ങ് പോകുന്നു. ആരോടും അധികം മിണ്ടണമെന്നില്ല. ഫ്രണ്ട്സ് വിളിച്ച് കഴിഞ്ഞാലും ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ ആ കോൺവെർസേഷൻ അവിടെ വെച്ച് തീർക്കുന്നു. എനിക്ക് ആരോടും സംസാരിക്കണമെന്നില്ല. എൻ്റെ കോൺസെൻട്രേഷൻ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. തലയ്ക്കകത്തൊക്കെ എന്തോ തടഞ്ഞിരിക്കുന്ന പോലൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എൻ്റെ ചിന്തകൾക്ക്. ഇതെല്ലാം ഇതുപോലുള്ള മാനസിക ആരോഗ്യ പ്രശ്നത്തിൻ്റെ ചെറിയ ചെറിയ സൂചനകളാണ്. അപ്പം അവയെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു അവയർനെസ് വേണം. ഓക്കെ. അപ്പോൾ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പം ഇപ്പം നേരത്തെ സാർ പറഞ്ഞല്ലോ, ഭ്രാന്ത് എന്ന ലെവലിൽ പോകുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ഉണ്ട്, പിന്നെ ഡേ ടു ഡേ നമുക്ക് ഫേസ് ചെയ്യേണ്ട ഫാക്ടർ ഉണ്ട്. ഇതിനപ്പോൾ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? ലൈക്ക് ഫ്രം ദ റൂട്ട് നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ഇതിനെ രണ്ട് ഘട്ടമായിട്ട് ഇതിന് ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാനൊരു ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ഒന്ന് ഫോളോ ചെയ്യല്ലേ, ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ട് നമുക്ക് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു സൈക്കോട്ടിക് സ്പെക്ട്രം ഉണ്ട്. സൈക്കോസിസ് എന്ന വേർഡ് അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാവുന്ന സൈക്കോസിസ്. പിന്നെ ഇപ്പുറത്ത് ന്യൂറോസിസ് എന്നൊരു വേർഡ്. ഇത് ഇപ്പോൾ ഈ രണ്ട് വേർതിരിവ് ഇപ്പം അധികം പ്രചാരത്തിലില്ല, പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പുതിയ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. എങ്കിലും സിമ്പിളായിട്ട് പറയണേ, സൈക്കോസിസ് ഒരു വശത്ത്, ന്യൂറോസിസ് ഒരു വശത്ത്. സൈക്കോസിസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ തീവ്ര മനോരോഗങ്ങൾ. അവിടെയൊക്കെ എന്താ, യാഥാർത്ഥ്യബോധം വിട്ടിട്ടുള്ള ചില ചിന്തകളും പെർസെപ്ഷൻസും ഈ വ്യക്തിക്ക് അനുഭവപ്പെടും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങും. അവരൊക്കെ ആരോ എന്നെക്കുറിച്ചാണ് പറയുന്നത്, എനിക്കെതിരെ ആരൊക്കെയോ നീങ്ങുന്നുണ്ട്, എൻ്റെ ബന്ധുക്കൾ തന്നെ എനിക്കെതിരെ എന്തൊക്കെയോ പിന്നെ എനിക്കെതിരായിട്ട് ചെയ്യുന്നു, ആരോ കൈവശം തരുന്നു, അല്ല ക്യാമറയോ ഗാഡ്ജറ്റ്സോ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ആരൊക്കെയോ അതിൽ കൂടെ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ പിന്നെ ഫോൺ ആരോ ഹാക്ക് ചെയ്യുന്നു, അല്ലെ എനിക്ക് എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾക്കെല്ലാം ആരോ വേറെ രീതിയിൽ വീക്ഷിച്ച് കമൻട്രി പറയുന്നു, ചെവിയിൽ ചിലപ്പോൾ ശബ്ദങ്ങൾ കേൾക്കും, ആൾക്കാർ എന്നോട് സംസാരിക്കുന്ന മാതിരി, അല്ലെ എന്നെക്കുറിച്ച് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന മാതിരി. ഇങ്ങനെയുള്ള അൺറിയൽ ആയിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന അവസ്ഥയാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒട്ടനവധി വകഭേദങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, കാരണം നമ്മൾ അങ്ങനൊരു സൈക്യാട്രിക് ഡിസീസിൻ്റെ ഫുൾ ഇതല്ല. പക്ഷേ ഇങ്ങനെ അൺറിയലായിട്ട് യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമല്ലാതെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം നമ്മൾ. അത് ഇത്തരം രോഗങ്ങളാവാം. ഞാൻ പറഞ്ഞ പോലെ കാതിലില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ആൾക്കാർ പറയുന്ന പോലെ അനുഭവപ്പെടുക, അവർക്കത് തോന്നലായിട്ട് തോന്നത്തില്ല. അത് മനസ്സിലാക്കണം. ഈ പെർട്ടിക്കുലർ വ്യക്തി പറയാൻ പോകുന്നത് എന്നെക്കുറിച്ച് അവരൊക്കെ പറയുന്നുണ്ട്, ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് 2 പേര് അവിടെ വഴിയുടെ കോണിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ വാച്ച് ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട്, അവരതിൽ കൂടെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അത് അയാഥാർത്ഥ്യമാണ്, അവർക്കത് യാഥാർത്ഥ്യമാണ്, അവർക്ക് തോന്നലായിട്ടല്ല, അവർക്കത് വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഡേ ടു ഡേ അനുഭവം പോലെ തോന്നുന്നത് അവർക്ക്. മുമ്പിൽ കൂടെ ഒരു കാർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്, അവരത് നിരീക്ഷണത്തിന് വിട്ടിരിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെ അത് 3-4 പ്രാവശ്യം ഒരു നീല കാർ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ വരും. അപ്പം അതിനെയാണ്, അതുപോലുള്ള അവസ്ഥയാണ് അയാഥാർത്ഥ്യ ബോധത്തിലേക്ക് പോവുക. പക്ഷേ യാഥാർത്ഥ്യബോധവും ഉണ്ട് ഇവർക്ക്, ഇല്ലെന്നല്ല. പല കാര്യങ്ങളും യാഥാർത്ഥ്യബോധത്തോടെ കാണുകയും ചെയ്യും, അങ്ങനെയും തെറ്റിദ്ധരിക്കരുത്. ഇത് പറയുന്നവർ ചിലപ്പം ബാങ്കിൽ ഒപ്പിട്ട് കൊടുക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും, പിന്നെ ചിലപ്പോൾ അതൊക്കെ ചെയ്യും ചിലപ്പം. അപ്പോൾ ഈ ടോട്ടലി ഇല്ലോജിക്കലല്ല. ഒരു മൈൻഡിൻ്റെ 360 ഡിഗ്രിയിൽ ഒരു സർട്ടൺ ഭാഗത്തിനകത്ത് ഇല്ലോജിക്കാലിറ്റി വന്നു കയറി, ലോജിക്കില്ല, യുക്തിയില്ലാത്ത ചില സംശയങ്ങളും അയാഥാർത്ഥ്യ അനുഭവങ്ങളും വരുന്നു. അത് മുഴുവനായിട്ട് ഈ മൈൻഡിനെ ഒറ്റയടിക്ക് ബാധിക്കില്ല. അപ്പം ബാക്കി പല കാര്യങ്ങളും അവർ കറക്റ്റായിട്ടൊക്കെ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യും. ഇപ്പം പെട്ടെന്ന് രാഹുൽ, ഇപ്പം ഞാൻ ഇങ്ങനൊരു അവസ്ഥയുള്ള ആളാണെങ്കിൽ രാഹുലിന് എൻ്റെ പരിചയക്കാരനായിട്ട് രാഹുൽ വരും, എങ്ങനെയുണ്ട് രാഹുൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇച്ചിരി നേരമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും കാര്യമായിട്ട്. പക്ഷെ പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ മറ്റേ ലോകത്താണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ധരിക്കരുത്, ഇത് കംപ്ലീറ്റ് മൈൻഡ് അങ്ങ് പോയി പോകത്തില്ല ഒരാൾക്ക്. എനിവേ, നമ്മളെ പറഞ്ഞതിൽ നിന്ന് വിട്ടുപോകണ്ട, ഇതാണ് സൈക്കോസിസ്. ഇത് പല രീതിയിലാകാം, വലിയ വലിയ പല പല സംശയങ്ങളാവാം, അല്ലെങ്കിൽ ഒരൊറ്റ സംശയം മാത്രമാവാം. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് സംശയം, വേറെ ഇവർക്ക് ഒരു കുഴപ്പമില്ല, വേറെ അവർ വീട്ടിലെ ജോലി ചെയ്യും, വീട്ടമ്മയാണ്, കുട്ടികളുടെ കാര്യം നോക്കും, എല്ലാം നോക്കും, പക്ഷേ ഭർത്താവിനെ കുറിച്ച് സംശയമാണ്. അപ്പോൾ ഭർത്താവ് ആരെയൊക്കെ കാണുന്നു, ഭർത്താവിൻ്റെ ഫോൺ എന്നും ചെക്ക് ചെയ്യുക, ഭർത്താവിൻ്റെ പിന്നെ മെസ്സേജസ് വായിക്കുക, വാട്സാപ്പ് നോക്കുക, ഇടയ്ക്ക് വിളിച്ച് നോക്കുക, പുള്ളി ആരോടെങ്കിലും സംസാരിക്കുകയാണോ എന്നല്ലേ, വാട്സാപ്പ് നോക്കുക, ആരോടെങ്കിലും ചാറ്റ് ചെയ്യുകയാണോ എന്ന്. ഇങ്ങനെ അത് ഭാര്യയ്ക്ക് മാത്രമല്ല കേട്ടോ, ഭർത്താവിനും ആപ്ലിക്കബിൾ, തിരിച്ചു ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള, അപ്പോൾ ആ സംശയം ഒഴിച്ച് ബാക്കിയെല്ലാം ഇൻറ്റാക്റ്റാണ്. അപ്പോൾ ഡോക്ടർ മാനസിക രോഗമാണെന്നാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ല, അയാൾ പിന്നെ എഞ്ചിനീയർ ആയിരിക്കും, ഡോക്ടറായിരിക്കും, അയാളെല്ലാ ജോലിയും ചെയ്യും, ഭംഗിയായിട്ട് അയാളെക്കുറിച്ച് വലിയ മതിപ്പായിരിക്കും സൊസൈറ്റിയിൽ. പക്ഷേ അതാണെങ്കിൽ പോലും ഇയാൾക്ക് ഈ പ്രശ്നമുണ്ട്, അത് വീട്ടിലുള്ളവർക്കേ അറിയത്തുള്ളൂ, ഭാര്യയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ പ്രശ്നം.
അതും ഒരു സൈക്കോട്ടിക് സ്പെക്ട്രത്തിൽ വരുന്ന, കാരണം അവിടെയും അൺറിയൽ ആ ചിന്ത, അയാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലാത്തിനെയും ബാധിക്കുന്നില്ല എന്ന് മാത്രം, അവയുടെ മനസ്സിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെയും അത് ബാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. കുറച്ചുകൂടെ ബൃഹത്തായിട്ട് മനസ്സിൻ്റെ പല തലങ്ങളിലേക്ക് ബാധിക്കുന്ന അൺറിയലിസ്റ്റിക് ചിന്തകൾ വരുന്ന രോഗമുണ്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞ, അതിലേ വരുന്നു, ഇതിലേ വരുന്നു, മറ്റൊരു വരുന്നു, വേണേൽ അവിടെ നിന്ന് ഞങ്ങളെ സാറ്റലൈറ്റ് വഴി എന്നെ പിന്നെ കൺട്രോൾ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയാം. പല രീതിയിൽ പല രോഗികൾ അവരുടെ ആ പഠിത്തത്തിനനുസരിച്ച് പല രീതിയിലും പറയാം. മനസ്സിലായി? ഇതൊക്കെ ക്യൂറബിൾ ആയ, ഇതൊക്കെ ട്രീറ്റ് ചെയ്യാം, മെഡിക്കലായിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന കണ്ടീഷൻസ്. ഒരാൾക്ക് ഇത് ഇത്രയും കേൾക്കുമ്പം ഇതിപ്പം കാണുമ്പോൾ തന്നെ എനിക്കുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയാം. അല്ലല്ല, ഇതൊക്കെ നമ്മൾ എന്തുവാ തീവ്ര മനോരോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. ക്ലാരിറ്റി വേണം. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ തീവ്ര മനോരോഗങ്ങളെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ന്യൂറോട്ടിക് രോഗങ്ങളെക്കുറിച്ചായിട്ടില്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ വരുന്നവരിനാണ് ഈ ബൈപോളാർ ഡിസോർഡർ. അത് ചില സിനിമകളിലൊക്കെ ഇപ്പോൾ പ്രതിപാദിച്ചിട്ടുണ്ട്, ആ ടേം ബൈപോളാർ. അത് ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്ന രോഗമാണ്. അവിടെയും ഈ സൈക്കോസിസിൻ്റെ കൂട്ടത്തിൽ അതിനെയും പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നെ വേണേൽ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മളിത് വിട്ടുപോകും. അപ്പോൾ ഈ സൈക്കോസിസിൽ പെടുന്ന രോഗങ്ങളുണ്ട്, ഇങ്ങനെയുള്ള തീവ്ര മനോരോഗങ്ങൾ. അവിടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾ വരും, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പെർസെപ്ഷൻസ് വരും. മനുഷ്യൻ പിന്നെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് വിട്ടുപോകുന്ന പലതരം അവസ്ഥകളാണ്. ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയത്തിനകത്ത് ഒരു കാര്യത്തിലേ ഉള്ള യാഥാർത്ഥ്യ ബോധം വിട്ടുപോകുന്നത്. മറ്റു പല കാര്യങ്ങളിലും അവർ ഇൻടാക്റ്റാണ്. ഇനി ഇപ്പുറത്തേക്ക് വരുന്ന ന്യൂറോസിസിലാണ് നമ്മൾ ഈ പറയുന്ന ദൈനംദിന ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം നോർമൽ എന്ന് കരുതപ്പെടുന്ന സൊസൈറ്റിക്കകത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ, മെൻ്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ മുഴുവൻ ഇതിനകത്താണ്. ഇതിനകത്ത് വരുന്നത് ഒന്ന് ഏറ്റവും കോമൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ. അത് തൊഴിലിലാകാം, വിവാഹത്തിലാവാം, സ്കൂളിലാവാം, കോമ്പറ്റീഷൻ കൊണ്ടാവാം, കരിയറിലാവാം. അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന പലതരം മാനസിക പ്രശ്നങ്ങളെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ, അല്ലെ സ്ട്രെസ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. മാനസിക സമ്മർദ്ദം കൊണ്ട് നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ. ഞാൻ ആദ്യം പറഞ്ഞ സൈക്കോസിസ് അങ്ങ് വിട്ടേരാം, അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ വേറെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു തൊഴിലാളി ഒക്കെ വരാവുന്ന ഒരു സ്ട്രെസ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം. ഇത് ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അല്ലാതെയും വരുന്നതാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ സ്ട്രെസ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലത്തിനും ഡിപ്രഷൻ ആകാം. പിന്നീടത് ആദ്യമേ ഒരു സ്ട്രെസ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ ആയിട്ട് തുടങ്ങുന്നത് പിന്നീട് ഒരു ഫുൾ ബ്ലോൺ ഡിപ്രഷൻ ആവാം. വിഷാദം. അപ്പം വിഷാദം, അമിതമായ ഉത്കണ്ഠ തന്നെ പലതരത്തിലുണ്ട്. പിന്നെ ശങ്കയുടെ ഒരു രോഗമുണ്ട്. ശങ്ക, എല്ലാത്തിനും ചെയ്ത് കഴിഞ്ഞിട്ട് തൃപ്തിയാകില്ല, ഒന്നുകൂടെ ചെയ്യണം, ഒന്നുകൂടെ തൃപ്തിയായില്ല, നോക്കണം, അല്ലെങ്കിൽ കഴുകണം, അമിതമായി കഴുകിക്കൊണ്ടിരിക്കുന്നത്. ചില സിനിമകളിൽ അതിനെക്കുറിച്ചും പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് OCD എന്ന് പറയുന്നത്. അപ്പം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അങ്ങനെ കുറേയധികം സാധനങ്ങൾ ഈ ന്യൂറോസിസിലുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ പേരും ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് പിന്നീട് വേണേൽ അത് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളാണ് ഏറ്റവും സാധാരണയായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത്. ഈ സൈക്കോട്ടിക് അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഗൗരവ സ്വഭാവമുള്ള രോഗങ്ങളാണ്. അവയെ കണ്ട് രണ്ടും ട്രീറ്റ്മെൻറ്റ് അർഹിക്കുന്നതാണ്. ഇതും ചികിത്സിക്കണം, അതും ചികിത്സിക്കണം. പക്ഷെ അത് കുറച്ചുകൂടെ സങ്കീർണമായ രോഗങ്ങളാണ്. അതിന് തീവ്രത കൂടിക്കഴിഞ്ഞാൽ അത് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമ്മുടെ പല മാനസിക രോഗ കേന്ദ്രങ്ങളിലൊക്കെ അഡ്മിറ്റ് ആവുന്ന രോഗികളൊക്കെ ഈ സൈക്കോട്ടിക് റിലേറ്റീവ്പ്പെടുന്നതാണ്. ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരെ നമുക്ക് ഔട്ട് പേഷ്യൻ്റ് ബേസിസിൽ ചികിത്സിച്ച് ശരിയാക്കാം. മനസ്സിലായില്ലേ? അപ്പം പിന്നെ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ രോഗങ്ങളാണെങ്കിലും മാനസിക രോഗങ്ങളാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തെ എല്ലാം എഫക്ട് ചെയ്യുന്നതാണല്ലോ. ചിലപ്പോൾ ആ വ്യക്തി എഫക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ചുറ്റുപാടുള്ള ആളുകളെ എഫക്ട് ചെയ്യുന്നതാവാം. മൊത്തത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ പൂർണ്ണമായിട്ട് എഫക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു വ്യക്തി മാറാനുള്ള സാധ്യത ഉൾപ്പെടെ മാനസികാരോഗ്യം കാരണം വരാനുള്ള ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റി എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇത് ക്യൂറബിൾ ആണോ, അതോ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് ലൈഫിൽ ഒരു കോമൺ മാനദണ്ഡം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മാനസിക രോഗങ്ങളെക്കുറിച്ച് ഒരിക്കലും ആർക്കും വരുത്. കാരണം പല മാനസികാവസ്ഥകളും ഒരു തവണ വന്നു, അല്ലെ ഒരു സിറ്റുവേഷനിൽ വന്നു, അല്ലെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വന്ന് പോയിട്ട് പിന്നെ അവർക്ക് ജീവിതത്തിലേ അത്തരം ബുദ്ധിമുട്ടുകൾ വരാത്തവരുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ, 25 വയസ്സിൽ ഒരു ഡിപ്രഷൻ വന്നു. പല സാഹചര്യങ്ങൾ ചിലപ്പോൾ വന്നു കാണും. ഇനി സാഹചര്യങ്ങൾ ഇല്ലാതെയും വരാം.
അങ്ങനെ വന്ന് ഡിപ്രഷൻ വന്ന് ട്രീറ്റ് ചെയ്ത് മാറി പിന്നെ ആ ലൈഫിൽ 75 വയസ്സ് 80 വയസ്സ് വരെ ഡിപ്രഷൻ വന്നിട്ടില്ല. അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഈവൻ ഇപ്പുറത്ത് ഞാൻ പറഞ്ഞ സൈക്കോട്ടിസിസ് ഉണ്ടല്ലോ, ഇപ്പുറത്ത് ഞാൻ പറഞ്ഞ തീവ്ര രോഗങ്ങളുണ്ട്, അത്തരം സൈക്കോട്ടിക് എപ്പിസോഡ് പെട്ടെന്ന് വന്ന് 3-4 മാസം കൊണ്ട് അതെല്ലാം ട്രീറ്റ് ചെയ്ത് മാറിയിട്ട് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സൈക്കോസിസ് വരാത്തവരുണ്ട് ഇഷ്ടം പോലെ പേര്. അപ്പം ഞാൻ ഈയിടെയും കൂടെ ഒരു പെൺകുട്ടി പിന്നെ ഇതുപോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി പെട്ടെന്നൊരു സൈക്കോട്ടിക് എപ്പിസോഡ് വന്നു, ട്രീറ്റ് ചെയ്തു, 3 months കൊണ്ട് കംപ്ലീറ്റ് മാറി. പിന്നെ ഇപ്പം മിടുക്കിയായിട്ട് ഏതോ വേറെ കരിയറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു അസംഷൻ അരുത്. ഈ രോഗങ്ങൾക്കൊന്നും ഈ രോഗത്തിൽപ്പെടുന്ന എല്ലാ അവസ്ഥകൾക്കും ജീവിതകാലം മൊത്തം ചികിത്സയുടെ ആവശ്യമില്ല, ദീർഘകാലം ഇങ്ങനെ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, പിന്നെ മാറാത്ത രോഗങ്ങളല്ല, മനസ്സിലാക്കുക. ഡെഫിനറ്റായിട്ടും ക്യൂർ ചെയ്യാവുന്ന രോഗങ്ങളുണ്ട്. പക്ഷേ എല്ലാ രോഗങ്ങളിലെ പോലെ ഇതിലെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക്, ഇപ്പോൾ തീവ്രമായ ഡയബറ്റീസ് വന്ന് കാല് മുറിച്ച് കളയേണ്ടി വരുന്ന ആൾക്കാരില്ലേ, പ്രമേഹ രോഗം വന്നു കാല് മുറിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാ പ്രമേഹ രോഗികളും കാല് മുറിച്ച് കളയുന്നില്ലല്ലോ. അതൊരു ചെറിയ ശതമാനം ആൾക്കാർക്ക് വരുന്ന കോംപ്ലിക്കേഷൻസാണ്. അതുപോലെ ദീർഘകാലം പ്രമേഹവുമായിട്ട് മല്ലിട്ട് പോകുന്നവരുണ്ട്, അതൊക്കെ ഒരു ചെറിയ ശതമാനം പ്രമേഹത്തെ രോഗികളാണ്. അങ്ങനെയുള്ള രോഗങ്ങൾ എല്ലാ രോഗങ്ങളിലും കാണും അതിൻ്റെ തീവ്രത. ഇപ്പോൾ ഭയങ്കര സിവിയറായിട്ടുള്ള തീവ്രമായ സൈക്കോട്ടിക് ഇൽനെസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പം ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരും. അത് ഒരു ചെറിയ ശതമാനം ഉള്ളെന്ന് മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 100-ൽ ഒരാൾക്ക് വെച്ച് 1% പോപ്പുലേഷൻ ലോകമെമ്പാടും ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന സൈക്കോട്ടിക് അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്മ്യൂണിറ്റി എടുത്താലും 100-ൽ ഒരാൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ട്. ഓക്കെ, ഇത് കേൾക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ അല്ലേ, സ്കിസോഫ്രീനിയ ജസ്റ്റ് ഒന്ന്. സ്കിസോഫ്രീനിയ ഈ സൈക്കോട്ടിക് ഇൽനെസ് ആണ്. ഈ സ്കിസോഫ്രീനിയാണ് ഞാൻ ആദ്യമേ ഇതിനകത്ത് പറഞ്ഞ ഏറ്റവും ക്ലാസിക്കൽ സൈക്കോട്ടിക് ഇൽനെസ് ആണ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ള മാനസിക രോഗമാണ് സ്കിസോഫ്രീനിയ. അങ്ങനെ നമുക്ക് ഇപ്പോൾ സ്കിസോഫ്രീനിയ എന്ന ടേം കേട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും ഗൗരവമുള്ള മാനസിക രോഗമാണ്. അപ്പോൾ ആ മാനസിക രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഓഡിറ്ററി ഹലൂസിനേഷൻ, ചെവിയിൽ ഇല്ലാത്ത സംസാരങ്ങൾ കേൾക്കുക. ആ വ്യക്തിക്ക് അത് കേൾക്കുക, അത് വ്യക്തിയോട് സംസാരിക്കുന്നതായിട്ട് തോന്നാം, അല്ലെ 2 ആൾക്കാരോ 3 ആൾക്കാരോ ഈ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് തോന്നാം. നമ്മൾ നേരത്തെ സംസാരിച്ച അതെ. പിന്നെ ഡെലൂഷൻസ് ഉണ്ടാവും, അവർ എനിക്കെതിരാണ്, ഇവർക്ക് എനിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ബിലീഫ്സ് ആണ്. ഇതൊന്നും ശരിയല്ല, രാഹുൽ എനിക്കെതിരാണ്, രാഹുലും മറ്റേ പുള്ളിയും കൂടെ ചേർന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എനിക്ക്, അങ്ങനെയുള്ള ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ്സ് ആവും. എനിക്ക് സ്ട്രോങ്ങാണ്, എനിക്കതിനകത്ത് തോന്നലെന്നൊന്നുമല്ല, എനിക്ക് നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ട്, അതാണ് ഡെലൂഷൻസ്. അപ്പോൾ ഈ ഡെലൂഷൻസും ഹലൂസിനേഷൻസും വ്യക്തിയുടെ കപ്പാസിറ്റി ഇതൊക്കെ കൂടെ മനസ്സിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിക്ക് നേരെ ചൊവ്വേ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വ്യക്തിയുടെ പ്രവർത്തനക്ഷമതയെയും കാര്യമായി ബാധിക്കുന്ന അവൻ്റെ ശ്രദ്ധ, അവൻ്റെ ചിന്തയുടെ ആ ഒരു ഓർഗനൈസ്ഡ് ചിന്തിക്കാനുള്ള കഴിവ്, അതിനകത്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഏറ്റവും ഗൗരവമുള്ള തീവ്രമായുള്ള രോഗമാണ് ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഇതിപ്പോലും സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഇത്രയും തീവ്രമായ രോഗം, ഇതിനെയാണ് പണ്ട് ഭ്രാന്തെന്ന് വിളിച്ചിരുന്നത്. ഇതിപ്പോലും 25% ഓഫ് ആൾക്കാർ നന്നായിട്ട് മരുന്ന് കഴിച്ചു കംപ്ലീറ്റ് മാറും. പിന്നെ ഒരു 50% ആൾക്കാർക്ക് ചെറിയ ഡോസ് മരുന്ന് കഴിച്ചുകൊണ്ട് സമൂഹത്തിലിറങ്ങി ജോലി ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് അസുഖങ്ങളിലെ പോലെ തന്നെ ഈ അസുഖങ്ങളിലും ഒരു 25-30% ഭയങ്കര ബുദ്ധിമുട്ടുകളും മനസ്സിൻ്റെ പല കപ്പാസിറ്റിയും കുറഞ്ഞു പോവുകയും പ്രവർത്തനക്ഷമത കുറഞ്ഞു പോവുകയും മറ്റുള്ളവരുടെ പുറത്ത് ആശ്രയിച്ച് ജീവിക്കേണ്ടതായിട്ടും വരും. അതൊരു ചെറിയ ശതമാനം മനസ്സിലാക്കുക, ബാക്കിയുള്ളവരെല്ലാം മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്താൽ മാറും. ഇതിലൊക്കെ ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തും അവയർനെസ്സിൻ്റെ ഇല്ലായ്മ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടരായി ഇവരെയൊക്കെ ചികിത്സിക്കാതിരിക്കും. ഇവരെയൊക്കെയാണ് പലപ്പോഴും പൊസഷനാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റേതാണെന്ന് പറഞ്ഞ് വേറെ രീതിയിലുള്ള പിന്നെ ട്രീറ്റ്മെൻറ്റിനും ഇതിനുമൊക്കെ കൊണ്ടുപോകും. ഞാൻ അതിനൊന്നും കുറ്റം പറയുകയല്ല, ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചൊക്കെ. പക്ഷെ പിന്നീടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം ഇത്തരം രോഗാവസ്ഥകളുണ്ട്. അത് മനസ്സിലാക്കിയിരുന്നത് നമുക്ക് എപ്പോഴും അവെയറാകാം. ഇപ്പോൾ ആൾ പറയുന്നു ഇവിടെ ചെവിയിൽ ഇങ്ങനെ ആരോ കേൾക്കുന്നുണ്ട്, മറ്റവരിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പം അത് പിന്നെ നമുക്ക് അങ്ങനെ അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കത് പെട്ടെന്ന് അവരെ ഒരു ബന്ധുവിന് ഇതറിയാം, ഇങ്ങനൊരു അവസ്ഥയുണ്ട് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരില്ലാത്തൊക്കെ കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും സംശയിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടെന്ന് ഒരു ബന്ധുവെങ്കിലും അവെയറാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആ ബന്ധുവെങ്കിലും മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ ആർക്കും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും ക്രോണിക് ആയിട്ടുള്ള മെൻ്റൽ ഇൽനെസ് പോലും ക്യൂറബിൾ അല്ലെങ്കിൽ മാനേജബിൾ എന്ന രീതിയിലേക്ക് നമുക്ക് ടു എ ലാർജ് എക്സ്റ്റെന്റ് തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത ശ്രദ്ധ എന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് അവെയർ ആവുന്നോ, ഏറ്റവും ആദ്യം വേണ്ടത് അവെയർനെസ് അബൌട്ട് മാനസികാരോഗ്യം.
ഇപ്പം നമുക്ക് ഫിസിക്കൽ ഇൽനെസ് പല ആൾക്കാർക്കും പിന്നെ ഒരുമാതിരി ഒരു ഐഡിയ ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് അങ്ങനെ ഒരു സാധനം, ഹാർട്ടിൽ ബ്ലോക്ക്, പിന്നെ സ്ട്രോക്ക്, തലയിൽ പിന്നെ രക്തോട്ട തടസ്സമാണെന്നറിയാം. പിന്നെ ഏറ്റവും തീവ്ര ശാരീരിക രോഗം എന്താ നമ്മൾ പറയുന്നത്? ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ച് ഇപ്പം ഡെയിലി മീഡിയയിൽ കൂടി ഇതിൽ കൂടെ ഒക്കെ കേൾക്കുന്നു. ലങ് ക്യാൻസർ ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, പല രീതിയിലുള്ള ക്യാൻസർ, കുടലി ക്യാൻസർ, ഇത് ഇങ്ങനെ അറിയാം. പക്ഷേ എത്ര പേർക്ക് സ്കിസോഫ്രീനിയെ കുറിച്ച് അറിയാം? ഇതേപോലെ തന്നെ ഇപ്പോൾ ക്യാൻസറിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ മാനസിക തലത്തിൽ നോക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു രോഗമായി സ്കിസോഫ്രീനിയ. പക്ഷേ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നാൽ ആദ്യം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എത്രയും നേരത്തെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു, എത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രയും എളുപ്പമാവും, സുഗമമാവും ചികിത്സ. പഴകും തോറും മറ്റെല്ലാ രോഗങ്ങളെ പോലെ തന്നെ, ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ 4th സ്റ്റേജിലെ ക്യാൻസർ ആണെങ്കിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം 1st സ്റ്റേജിലെ തന്നെ ക്യാൻസർ വിദഗ്ധൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. അതുപോലെ തന്നെ ഈ രോഗങ്ങളും പഴകും തോറും ബുദ്ധിമുട്ടാണ്. പഴകും തോറും പിന്നെ ചികിത്സിച്ച് ഒരു ഭേദമാക്കി, കാരണം അപ്പോഴത്തേക്കും കുറേയൊക്കെ ഡെഫിസിറ്റ്സ് ഉണ്ടാകും, പോരായ്മകളുണ്ടാവും. ഇത് പഴകും തോറും മനുഷ്യൻ്റെ ബുദ്ധിപരമായ കഴിവുകളിൽ, ശ്രദ്ധയുടെ കഴിവിൽ, നമ്മുടെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നതിലുള്ള കഴിവിൽ, നമുക്കൊരു ആശയത്തെ വിപുലീകരിച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവുകളിൽ, ഇമാജിനേറ്റീവ് കപ്പാസിറ്റി, ഇതിലെല്ലാം പോരായ്മ ഉണ്ടാക്കും ഈ അസുഖങ്ങൾ. കാരണം ഇതെല്ലാം ബ്രെയിൻ ഇൽനെസ്സുകളാണ്, ഇതെല്ലാം തലച്ചോറിൻ്റെ രോഗങ്ങളാണ്. അപ്പം തലച്ചോറിൻ്റെ അത്തരം കപ്പാസിറ്റീസ് കുറഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അത് മുഴുവൻ തിരിച്ചു കിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഏർലി ഇൻ്റർവെൻഷൻ ഈ ചികിത്സയിലൊക്കെ വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ അത് രോഗിയുടെ മാത്രം അവയർനെസ് മാത്രമല്ലോ. ഈ സൈക്കോട്ടിക് ഇൽനെസ്സിൽ ഒരിക്കലും രോഗിയുടെ മാത്രമല്ല, കാരണം രോഗി ഉൾക്കാഴ്ചയില്ലാത്തവനാണ്. അതെ, ഈ സൈക്കോട്ടിക് അവസ്ഥയിൽ രോഗി ഉൾക്കാഴ്ചയില്ലാത്തവനാണ്. ഉൾക്കാഴ്ചയില്ലാത്ത രോഗിയോട് നമ്മൾ തന്നെ പോയി ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നൊരു കാര്യമില്ല, കാരണം അവന് രോഗമാണെന്നുള്ള ബോധമില്ല, മനസ്സിലാക്കുക. അപ്പോൾ ഉൾക്കാഴ്ചയില്ലാത്ത രോഗികളുടെ ബന്ധു തന്നെയാണെന്ന് പറഞ്ഞാൽ ഭാര്യയോ ഭർത്താവോ മക്കളോ ബന്ധുക്കളോ ഒക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ സഹകരണം ഇല്ലാതെ പറ്റില്ല ആദ്യകാലങ്ങളിൽ. കാരണം ഇൻസൈറ്റ് ഇല്ലാത്ത, ഉൾക്കാഴ്ചയില്ലാത്ത ഒരു രോഗിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അവരോട് നമ്മൾ പലതും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിക്കില്ല, മനസ്സിലായില്ലേ? അവിടെ നമുക്ക് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു അവബോധം നിർബന്ധമാണ്. അതെ, ഓക്കെ. പിന്നെ പേഴ്സണൽ ലെവലിൽ നമ്മളൊക്കെ കൂടെ നമ്മുടെ ഇപ്പം ഇത് കുറേ ഭാഗ്യം കൂടെ കേട് വരുമ്പോഴാണല്ലോ ഇതുപോലുള്ള രോഗങ്ങൾ വരുന്നത്. ഇനി അതല്ല, നമ്മൾക്കിപ്പോൾ എല്ലാ ദിവസവും ദൈനംദിന, ഇപ്പം നിങ്ങളുമൊക്കെ ഓരോ പ്രൊഫഷനിലൊക്കെ ജോലി ചെയ്യുന്നവർ, അവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം ഡിപ്രഷൻ, ഈ സ്ട്രെസ് എന്താണ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം, ഡിപ്രഷൻ, സൂയിസൈഡൽ തോട്ട്സ്, അതിനെ എന്ത് ചെയ്യണം, അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ എത്രയോ പേര് യങ്സ്റ്റേഴ്സൊക്കെ സൂയിസൈഡ് ചെയ്യുന്ന നമ്മൾ കേൾക്കാറില്ലേ. അപ്പം സൂയിസൈഡാലിറ്റി, പിന്നെ ആങ്സൈറ്റി, ഭയങ്കര പലർക്കും കഴിവുണ്ട്, അറിവുണ്ട്, പക്ഷേ ഇടിച്ചു കയറി ഒരിടത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അസർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കഴിവുണ്ട്, പിന്നെ നോളജുണ്ട്, പക്ഷേ ഒരിടത്തും ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് അറിവ് വേണം, തീർച്ചയായിട്ടും അറിവ് വേണം, നമുക്ക് ക്വാളിഫിക്കേഷൻ വേണം, തീർച്ചയായിട്ടും വേണം. അതിൻ്റെ കൂടെ എന്ത് വേണം? ഒരു പുഷ് വേണം, അല്ലേ? ഒരു പുഷി അസേർട്ടീവായിട്ടുള്ള ഒരു നേച്ചറും വേണം. ഇല്ലെങ്കിൽ പലപ്പോഴും ജീവിത വിജയം കിട്ടത്തില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എല്ലാവരുടെയും മുമ്പിൽ. അത് ആശയവിനിമയം നടത്താൻ എൻ്റെ ഉള്ളിൽ അറിവുണ്ട്, പക്ഷേ എനിക്ക് അത് ഇഫക്റ്റീവായിട്ട് ആശയവിനിമയം നടത്താനുള്ള ഒരു അസേർട്ടീവ് മനോഭാവം വേണം. അവിടെ ഈ ഉത്കണ്ഠക്കാർക്ക് അവിടെയാണ് പ്രശ്നം. അവർക്ക് എല്ലാത്തിനും കുറച്ച് ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയാണ്. അപ്പോൾ ഇവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം, എന്നാൽ ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങിൽ മറ്റുള്ളവർ ഇവരെക്കാളും അറിവ് കുറഞ്ഞവർ ഷൈൻ ചെയ്യുന്ന അത്രയും പോലും ഇവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഇൻഹിബിറ്റഡാണ്. അവർ പറയും ചിലപ്പോൾ കാര്യങ്ങൾ, പക്ഷേ അത്രയ്ക്ക് ഫ്ലോയിൽ, അത്രയും അസർട്ടീവായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അപ്പം പ്രസൻറ്റേഷനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇന്നത്തെ കാലത്ത്. കാരണം ആർക്കും സമയമൊന്നുമില്ല, ഇവൻ്റെ ഉള്ളിലുള്ള അറിവ് എന്തുമാത്രം ആഴത്തിലുണ്ടെന്നുള്ളത് ഗ്രഹിക്കാനുള്ള ഇതൊന്നുമില്ല. അവൻ പറയുന്നത് കേട്ടിട്ട് അവനെ അങ്ങ് ജഡ്ജ് ചെയ്യുക, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? ഒരാൾ പറയുന്നത് കേട്ടിട്ട് അങ്ങ് ജഡ്ജ് ചെയ്യുക, അവൻ നല്ല അസാധ്യ കഴിവാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ക്ലാരിറ്റിയോടാണ് പറഞ്ഞതെന്ന് പറയും. പക്ഷേ അതിനേക്കാളും അവയർനെസ്സും അറിവുള്ള വേറൊരാൾ അപ്പുറത്ത് കാണും, പക്ഷേ അയാൾ അത്രയും ആർട്ടിക്കുലേറ്റ് അല്ലെങ്കിൽ പറ്റില്ല. അവിടെയാണ് ഈ ആങ്സൈറ്റി ഇന്നത്തെ ലോകത്ത് ഭയങ്കര പ്രശ്നമാകുന്നത്. ആങ്സൈറ്റി ഒരു ക്രിപ്ലിംഗ് ഇഷ്യൂ ആണ്. കാരണം എന്താണ്, പലരുടെയും ജീവിതത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിനെ അണ്ടർ അച്ചീവറായി പോകും ചിലപ്പം ഭയങ്കര ആങ്സൈറ്റി ഉണ്ടെങ്കിൽ. എവിടെ എത്തിച്ചേരാവോ അവിടം വരെ എത്തത്തില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്സും യങ്സ്റ്റേഴ്സിന് വേണം. ആങ്സൈറ്റി എന്താണ്? പലതരത്തിൽ ആങ്സൈറ്റി ഉണ്ട്. സോഷ്യൽ ആങ്സൈറ്റി,
സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഇതുപോലുള്ളൊരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ സിറ്റുവേഷനിൽ 4 പേര് എന്നോട് ചോദിക്കുക, എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം കാര്യങ്ങളൊക്കെ, പക്ഷേ ഒരാൾ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ചിലപ്പോൾ അതോടെ തീരും, വേറെ പിന്നെ ഒന്നും വരുന്നില്ല തലയ്ക്കകത്ത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള സോഷ്യൽ ആങ്സൈറ്റി, പെർഫോമൻസ് ആങ്സൈറ്റി, ഇതൊക്കെ കരിയറിന് തടസ്സം വരുത്താം. സോഷ്യൽ ആങ്സൈറ്റി, പെർഫോമൻസ് ആങ്സൈറ്റി, ഇൻ്റർപേഴ്സണൽ ആങ്സൈറ്റി, നമ്മുടെ ബോസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യണം. അതിനൊരു നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് ബോസുമായിട്ടില്ലെങ്കിൽ ഭയങ്കര പാടല്ലേ ഏത് ജോലിയിലും. അപ്പം അവിടേക്ക് ഈ ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ബോസിനോട് കൂടുതലൊന്നും പറയത്തില്ല. അതേസമയം അപ്പുറത്തിരിക്കുന്നവൻ ബോസിനോട് ലോഹ്യം ചോദിക്കും, ബോസിനോട് പുള്ളിയുടെ പേഴ്സണൽ ക്ഷേമം അന്വേഷിക്കും, അല്ലെ അവരെക്കുറിച്ചൊക്കെ. ഇയാൾ കാര്യം മാത്രം ചോദിക്കും, കാര്യം മാത്രം പറയും, അങ്ങനെ പോകും. അപ്പോൾ അയക്കും ഇയാളോട് വലിയൊരു മമത തോന്നത്തില്ല. ഇയാൾക്ക് പ്രശ്നക്കാരനല്ല ഇയാൾ, പക്ഷേ ആ ഒരു ഇൻറ്റിമസി ബോസുമായിട്ട് ഡെവലപ്പ് ചെയ്യില്ല. അതേസമയം മറ്റേ ആൾ ആ ബോസുമായിട്ട് അത് ഡെവലപ്പ് ചെയ്യും. അതാണ് ആ സോഷ്യൽ വാംതൊക്കെ നശിപ്പിക്കും ഈ പറഞ്ഞ ആങ്സൈറ്റി കാരണം. എനിക്ക് ബോസിനെ പേടിയാണ്, അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് ബോസിനോട് അത്യാവശ്യം കാര്യം പറഞ്ഞു പുള്ളി പറഞ്ഞ് തിരിച്ചു പോകാനേ ഉള്ളൂ. അല്ല ബോസിനോട് ഇന്നലെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ പ്രോഗ്രാം, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ട്, അങ്ങനെയൊന്നും ചോദിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ അതാണ് ഈ ആങ്സൈറ്റിയുടെ പ്രശ്നം. ഇൻ്റർപേഴ്സണൽ ലെവലിൽ ബുദ്ധിമുട്ടുണ്ടാക്കാം, പെർഫോമൻസിൽ പ്രശ്നം ഉണ്ടാക്കാം, ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ, നമ്മളെ വിലയിരുത്തുന്ന ആക്ടിവിറ്റിയിൽ അത് നമ്മുടെ മൊത്തം കഴിവ് അവിടെ പ്രകടമാകത്തില്ല. അപ്പോൾ ആങ്സൈറ്റി അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിവിജ്വൽ ഹു ഹാസ് ഗോട്ട് എ ഗുഡ് മെൻ്റൽ ഹെൽത്ത്, chances are very good that his marriage will be successful. ക്ഷമ കുറവാണ് ADHD നേച്ചർ. ഇപ്പോൾ ഇംപേഷ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ADHD ആൾക്കാർ, ഞാൻ വലിയവരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, കുട്ടികളിലും ഇത് ബാധകമാണ്, ഒട്ടും പ്ലാനിങ് കാണത്തില്ല. ചൈൽഡ്ഹുഡ് ആങ്സൈറ്റി എന്ന് പറയുന്നൊരു എൻറ്റിറ്റി ഉണ്ട്. അല്ലാതെ ഈ ആങ്സൈറ്റി വലിയവർക്ക് മാത്രമല്ല, ചൈൽഡ്ഹുഡ് ആങ്സൈറ്റി ഉണ്ട് കുട്ടികൾക്ക്. 5 വയസ്സുള്ള കുട്ടികൾക്ക്, 3 വയസ്സുള്ള കുട്ടികൾക്ക് ആങ്സൈറ്റി വരാം. ഒരു പാർട്ട്ണർ മരിച്ചു പോവുകയെല്ലാം ചെയ്തു കഴിഞ്ഞാലോ അതിലും വലിയ ഐസൊലേഷൻ ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ജീവിക്കണം. ഈ മക്കളൊന്നും ഇവിടെ കാണത്തില്ല, ചിലപ്പോൾ ഒരു ഹോം നേഴ്സോ വല്ലതും കാണും. അപ്പോൾ അക്കഴൊക്കെ ഉള്ളവർക്ക് ഡിപ്രഷൻ ഭയങ്കര.